എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും അസ്ട്രോളജി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റത്തിനും നക്ഷത്ര സംക്രമണത്തിനും ജ്യോതിഷത്തിൽ സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഗ്രഹങ്ങൾ രാശിമാറ്റത്തിനും നക്ഷത്ര സംക്രമണത്തിനും വിധേയമാകുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഗ്രഹങ്ങളുടെ ഈ സഞ്ചാരമാറ്റത്തെയാണ് സംക്രമണം എന്ന് പറയുന്നത്. ഗ്രഹ സംക്രമണം എല്ലാ രാശിക്കാരെയും ബാധിക്കും, എന്നാൽ അത് വ്യത്യസ്ത തരത്തിലായിരിക്കും എന്ന് മാത്രം. ചില രാശിക്കാർക്ക് ഗ്രഹ സംക്രമണം ഏറെ ഗുണം ചെയ്യും. അതേസമയം മറ്റു ചില രാശിക്കാർക്കാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് വ്യത്യസ്ത ഫലങ്ങളായിരിക്കും നൽകുക. ജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങൾ 9 എണ്ണമാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. 12 രാശികളിലും കൂടി 27 നക്ഷത്രങ്ങളുമുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ് ആ 9 ഗ്രഹങ്ങൾ. ഇവയിൽ ആദ്യത്തെ 7 ഗ്രഹങ്ങൾ ഭൗതികമായി നിലവിലുള്ളവയാണ്. രാഹുവും കേതുവും ജ്യോതിഷപരമായ സങ്കല്പങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെയാണ് ആ 12 രാശികൾ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് ആ 27 നക്ഷത്രങ്ങൾ. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും എന്നാണ് പറയപ്പെടുന്നത്. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ ബുദ്ധി, അറിവ്, ജ്ഞാനം എന്നിവയുടെ കാരകൻ കൂടിയാണ്. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എന്നിവയുടെ പ്രതീകമാണ് ശുക്രൻ. ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ അയാൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. നല്ല കാലം വരുമ്പോൾ ശുക്രൻ ഉദിച്ചു, ശുക്രദശ ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അത് ഇക്കാരണത്താലാണ്. ഈ 2026 ജൂലൈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 9:39 ആകാശത്ത് അതിശുഭകരമായ ഒരു പ്രതിഭാസം സംഭവിക്കും. ബുധനും ശുക്രനും അന്നേ ദിവസം പരസ്പരം 60 ഡിഗ്രി അകലത്തിൽ ഒരുമിക്കുന്നു എന്നതാണ് ആ പ്രതിഭാസം. ഈ അത്യപൂർവ ഭാവം ജ്യോതിഷത്തിൽ ലാഭ ദൃഷ്ടിയോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന അതിശക്തമായ ധന ആകർഷണ യോഗമാണ്. ഈ ശക്തമായ യോഗം ഇനി പറയുന്ന 4 രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തും. അവയിൽ ആദ്യത്തേത് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ബുധനും ശുക്രനും പരസ്പരം 60 ഡിഗ്രി അകലത്തിൽ ഒരുമിക്കുന്നത് വഴി രൂപപ്പെടുന്ന ലാഭദൃഷ്ടി യോഗം അനുകൂലമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ഈ യോഗം വളരെയധികം സഹായിക്കും. ഏറെ നാളായി ലഭിക്കാതിരിക്കുകയോ കുടുങ്ങിക്കിടക്കുകയോ ചെയ്തിരുന്ന പഴയ പണവും കുടിശ്ശികകളും തിരികെ ലഭിക്കും. അടുത്ത രാശി മിഥുനൻ രാശിയാണ്. ബുധനും ശുക്രനും പരസ്പരം 60 ഡിഗ്രി അകലത്തിൽ ഒരുമിക്കുന്നത് വഴി രൂപപ്പെടുന്ന ലാഭദൃഷ്ടി യോഗം മിഥുനൻ രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. കല, മാധ്യമം, എഴുത്ത്, ഫിലിം ഇൻഡസ്ട്രി എന്നിവയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക പുരോഗതിയും അംഗീകാരങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും. അടുത്ത 3ാമത്തെ രാശി കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ബുധനും ശുക്രനും പരസ്പരം 60 ഡിഗ്രി അകലത്തിൽ ഒരുമിക്കുന്നത് വഴി രൂപപ്പെടുന്ന ലാഭദൃഷ്ടി യോഗം വളരെയധികം ശുഭകരമായിരിക്കും. വളരെ കാലമായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം നിങ്ങൾക്കുണ്ടാകും. കുടുംബത്തിൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും.
ജൂലൈ 24 വെള്ളിയാഴ്ച രാത്രി 9:39 ബുധനും ശുക്രനും തമ്മിൽ 60 ഡിഗ്രി അകലത്തിൽ പരസ്പരം ഒരുമിക്കുന്നത് മൂലമുണ്ടാകുന്ന ലാഭദൃഷ്ടി യോഗം അനുകൂലമായിട്ട് വരുന്നത്. വീഡിയോ കണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന